ചില പാട്ടുകൾ ഇങ്ങനെ എന്താ പറയുക, ചില ശബ്ദങ്ങൾ ആരാന്നൊക്കെ അമ്മയെ പറഞ്ഞു. യേശുദാസ്, യേശുട്ടി എന്ന് പറയും അമ്മ. അമ്മയ്ക്ക് ഇങ്ങനെ കൊടുത്ത് ജയചന്ദ്രൻ, ഇങ്ങനെ അവരുടെ സ്വന്തം ആളുകളുമാതിരിയാണ്. ഞാൻ ചേട്ടനോടൊപ്പം പറയുമ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ന് നീ പറയണ്ടേ, ഞാൻ ഇപ്പോൾ വരുമായിരുന്നില്ല അമ്മയെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ കാണാൻ പറ്റിയില്ല. എനിക്ക് ചേട്ടന്റെ പാട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂർണ്ണേന്ദു മുഖ്യ വലിയ ഇഷ്ടമായിരുന്നു. ആദ്യം വീട്ടിൽ ടേപ്പ് റെക്കോർഡർ കൊണ്ടു. എനിക്കൊന്ന് ഞങ്ങളൊക്കെ ഞാൻ 3-ലൊക്കെ പഠിക്കുന്ന സമയം അതുകൊണ്ട്. അപ്പം അന്ന് ടേപ്പ് റെക്കോർഡർ വലിയൊരു സംഭവമാണ്. റേഡിയോ തന്നെ ലൈസൻസ് എടുത്താലേ കിട്ടുള്ളൂ. റേഡിയോ ഒക്കെ ഒരു വീട്ടിൻ്റെ മുകളിൽ അച്ഛൻ തൊടാൻ സമ്മതിക്കില്ല. റേഡിയോ ഒക്കെ ഇങ്ങനെ നോബൊക്കെ പിടിച്ച് തിരിച്ച് അടിയാണ്. അപ്പോൾ ടേപ്പ് റെക്കോർഡർ നിലത്ത് കിടത്തി വെക്കുന്ന ടേപ്പ് റെക്കോർഡറാണ് ഇങ്ങനെ. അപ്പോൾ അന്നിങ്ങനെ കൊണന്നു, ഒരാളെ വീട്ടിൽ കൊണന്നു, അച്ഛൻ വാങ്ങി. അപ്പോൾ അതിനെ ഈ കാസറ്റ് ഇങ്ങനെ തിരിയണമൊക്കെ ഭയങ്കര സംഭവമാണ്. ഇതിങ്ങനെ തിരിയണം, എന്ത് ഇപ്പോൾ പാട്ട് കേൾക്കണം. അപ്പോൾ പാട്ടൊക്കെ കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ എല്ലാവരെയും ശബ്ദം റെക്കോർഡ് ചെയ്തേക്കാം. അതും വലിയ സംഭവം. ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഓരോരുത്തർ, ഞാനുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ഓരോരുത്തരും പാടാൻ പറഞ്ഞു. അപ്പോൾ അതിൽ അമ്മ പാടിയത് ഈ പാട്ടാ, പൂർണ്ണേന്ദു മുഖിയോടും.